ഹായ് ഹലോ വീണാസ് ഫാമിലിയുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴത്തേക്കും കീരാൻ കിട്ടുന്ന സൗണ്ട് കേട്ടോ. അപ്പം വായോ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ വീടിനകം ചുറ്റോട്ടം കാണിച്ചറിയാൻ വെച്ചു. അതായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ അല്ലേ. കുറേയായി വിചാരിച്ചിരിക്കുന്നു എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് വിചാരിച്ചെടുക്കാമെന്ന് കേട്ടോ. ഇപ്പോൾ ഈ കീരാഗിൻ്റെ സൗണ്ട് വല്ലാതെ സൗണ്ടാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം കേട്ടോ. ഇതാണ് നമ്മളെ വീടിൻ്റെ ഒരു വശം. ഇത് ഫ്രണ്ട് ഗേറ്റ് ഇട്ടിട്ടുണ്ട്. കുഞ്ഞേട്ടൻ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഇട്ടതാണത്. ഇപ്പോൾ ഉറങ്ങുവാണ് കുഞ്ഞേട്ടൻ. ഇവിടെ TV കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഷെൽഫ് വിളക്ക് വെക്കാനുള്ള കാര്യങ്ങൾ, പിന്നെ ചെറിയൊരു പുതപ്പും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. മേലെ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്, യദുമോൻ്റെ ഫോട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വീടിനകം. ഇത് എൻ്റെ അച്ഛനും അമ്മയാണ്. ഇത് യദുമോനും കുഞ്ഞുമോനും. ഇത് നമ്മുടെ യദുമോൻ, ഇത് കുഞ്ഞുമോൻ. അപ്പം ഇതാണ് നമ്മളെ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ കണ്ടില്ലേ. ഇവർക്ക് കളിക്കാൻ കുറച്ച് സ്പേസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഇട്ടേക്കുന്നത് കേട്ടോ. ഈ ഭാഗത്ത് കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു ചെറിയൊരു മേശ ഇട്ടിട്ടുണ്ട്, ഫുഡ് കഴിക്കാനുള്ള മേശയുണ്ട്, ഒരു ഷെൽഫുണ്ട്. ബാക്കി പിള്ളേർ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടേക്കുവാണ്. ഈ റൂമിൽ അങ്ങനെ ഒന്നുമില്ല. കണ്ടില്ലേ, ഇത്രയും സ്പേസ് പിള്ളേർ കളിക്കാനായിട്ട് ഇട്ട് കൊടുത്തേക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഇപ്പുറത്ത് മുറി. നമുക്ക് അപ്പുറത്ത് നോക്കാം. ഇത് നമ്മുടെ കിച്ചൺ ഭാഗം എന്ന് പറയാം. ഒരൊറ്റ ഇത് തന്നെയാണ്. ഷീറ്റ് ഇങ്ങനെ ഒറ്റതായിട്ടിട്ടാണ്, അതിനിടയ്ക്ക് ഇങ്ങനെ മറച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഗ്യാസും കാര്യങ്ങളൊക്കെ വെച്ച ഭാഗം. ഗ്യാസ് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ, ഇവിടെ പച്ചക്കറി, ഇവിടെ ആവശ്യ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫുഡെല്ലാം ആയിക്കഴിയുമ്പം താഴെ റാക്കിൽ കൊണ്ട് വെക്കും പാത്രങ്ങളും. പിന്നെ മേലെ മസാലപ്പാട്ടകളും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതിന് മേലെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളം, തിളപ്പിച്ച് വെച്ച വെള്ളം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ള കാര്യം. കണ്ടില്ലേ, പിള്ളേരെ കളിപ്പാട്ടം പെറുക്കി വെച്ചാലും തീരില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് മാറ്റി വെച്ചു. ഒരു സ്റ്റൂള് തിരിച്ചിട്ട് അതിനുള്ളിലെല്ലാം പെറുക്കിയിട്ട് വെച്ചു. ഇതാണ് നമ്മളെ കട്ടിലുള്ള ഭാഗം. കണ്ടോ, മോൻ ഉറങ്ങുവാണ്. ഇത്രയേ ഉള്ളൂ നമ്മളെ വീടിനകം. എന്താ, ഒരു അലമാര, ഒരു കട്ടിൽ, പിന്നെ ആ സൈഡിൽ ഒരു ചെറിയ 2 ബക്കറ്റ്, അതിന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വെച്ചേക്കുവാണ്. ഇതാണ് നമ്മളെ വീടിൻ്റെ അകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് പുറകുവശം. അങ്ങോട്ട് ടോയ്ലറ്റും ഇപ്പുറത്ത് കുളിമുറിയും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളുടെ അകം. ഇങ്ങനെ പുറത്ത് പോയാൽ നമ്മൾ അവിടെ കുടിക്കാനുള്ള വെള്ളവും ചോറും കുളിക്കാനുള്ള വെള്ളമൊക്കെ അവിടെ പുറത്ത് വെക്കാറുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭാഗത്ത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെ മുറ്റം അലക്ക് കലുമ്പ് അങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. തൽക്കാലം അങ്ങനെ വെച്ചേക്കുവാണ്. ഇതാണ് നമ്മളെ മുറ്റം. കണ്ടാൽ നമ്മളെ വീട് ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് വശം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു രീതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിവിടുത്തെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ. നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ കാപ്പി നട്ടിട്ടുണ്ട്. ലാസ്റ്റ് നട്ടയാണ് കേട്ടോ. അടുത്ത കൊല്ലാകുമ്പോഴേക്കും ഇതിലായി വരും തോന്നുന്നുണ്ട്. കണ്ടില്ലേ, വെച്ചുചാറായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പം എന്താ പറയുക, കണ്ടില്ലേ, ചേമ്പ് ഇത്ര വലുപ്പമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ചോട്ടിലൊന്നും തന്നെ ഉണ്ടാവാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതിന് നല്ല ഉണ്ടാവും എന്നിട്ട് പറിച്ചു, ഒന്നും ചോട്ടിലൊന്നും ഉണ്ടായില്ല. കണ്ടില്ലേ, കുറച്ച് ചേമ്പ് നട്ടിട്ടുണ്ട്. ഞാൻ നമുക്കത് പറിക്കാം. ഇത്രയേ ഉള്ളൂ കാര്യമായിട്ട് കാണിക്കാൻ. ഇപ്പം നമ്മൾ വീട് പരിസരവും ഇത്രയേ ഉള്ളൂ കേട്ടോ കാണിക്കാൻ. കണ്ടില്ലേ, ഈ ചപ്പിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് അവിടുത്തെ അമ്മ തന്നെയാണ് നടാൻ വേണ്ടിയിട്ട്. ഇത് കഴിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കൊണ്ട് നട്ടിട്ടുണ്ട്. ഇതുവരെ കഴിച്ചിട്ടില്ല, കഴിച്ച് നോക്കിയിട്ടില്ല. എങ്ങനെയാണെന്ന് അറിയില്ല. കുറേ പപ്പായൻ്റെ വിത്ത് ഇട്ടപ്പം
അതിൽ കുറേ മുളച്ച് വന്നിട്ടുണ്ട് നിലത്ത്. അവിടെ കുറേ മുളച്ചിട്ടുണ്ട്. ഇപ്പം 10 നട്ട 1 കിട്ടിയാൽ ഭാഗ്യമായി. അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. എന്താ കുറച്ച് കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഉഷാറായി വന്നാൽ നമുക്ക് അടുത്ത കൊല്ലം കാപ്പി പറിക്കാം. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും കാര്യം അറിയാനും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പം കൊച്ചു വീട്ടിലെ വിശേഷങ്ങൾ അങ്ങനെ ഈ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ തരാം. വീഡിയോ എന്തെങ്കിലും കാര്യമായിട്ട് അറിയാനുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ പറയുക. ഷോർട്സൊക്കെ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ബൈ.